As the season of love and giving surrounds us, we welcome you to embark on a magical journey of music, laughter, and celebration. Welcome to Noel 2025. This evening, as we come together, let us celebrate not just the traditions of Christmas, but the spirit behind them. The love we share and the joy of being together. 2009 പ്രാരംഭം കുറിച്ച് നാളിതുവരേക്കും ക്രിസ്മസ് പുതുവത്സരത്തിനോടനുബന്ധിച്ച് പ്രൗഢഗംഭീരമായി നടത്തിക്കൊണ്ടുവരുന്ന വാട്ടർഫോർഡ് സെന്റ് മേരീസ് ജാക്കബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് ഇടവകയുടെയും ഭക്തസംഘടനകളുടെയും സംയുക്ത ആഘോഷമാണ് നോയൽ. നാളിതുവരെ നമ്മുടെ ഇടവക ജനങ്ങളുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും അതോടൊപ്പം നാം ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുവാനും സന്തോഷം പങ്കിടാനും നോയൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഒന്നര പതിറ്റാണ്ടിനപ്പുറം വാട്ടർഫോർഡ് സെന്റ് മേരീസ് ജാക്കബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് നോയൽ എന്ന ക്രിസ്മസ് സന്ധ്യയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നു. ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആചരണങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഉപരിയായി സ്നേഹ സൗഹാർദ്ദങ്ങളുടെയും കൂട്ടായ്മയുടെയും കൂടിവരവിന്റെയും ഒരു പ്രതിഫലനമാണ് നിങ്ങളെവിടെയും ഈ സന്ധ്യയിൽ സാക്ഷീകരിക്കാൻ പോകുന്നത്. ഓരോ ഹൃദയവും തണുത്തുറയാതെ സ്നേഹത്തിന്റെ അഗ്നിപടം പകരുമ്പോൾ ക്രിസ്മസ് ഒരു ആഘോഷമല്ല, ജീവിതത്തിന്റെ ആശയായി ഉയരുന്നു. Dear friends, as we gather here today in the spirit of Christmas, let us take a moment to connect with the divine. Let's open our hearts and join together in prayer through this beautiful song. പ്രാർത്ഥനാ ഗാനത്തിന് വേണ്ടി മിസ് എൽന ടോമിയെ ക്ഷണിക്കുന്നു. വൈദിക ശ്രേഷ്ഠരെ, ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെയും ഇടവകയുടെ ഭാരവാഹികളെയും എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ സ്നേഹ സഹോദരങ്ങളെ, ഇന്നിവിടെ 2000 വർഷങ്ങൾക്കപ്പുറം കിഴക്ക് ബേത്ലഹേമിൽ ജനിച്ച യേശു കുഞ്ഞിന്റെ ജന്മദിനം നമ്മൾ ഇവിടെ ആഘോഷിക്കുമ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എത്തിച്ചേർന്നിരിക്കുന്ന ഇവരെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഇടവകയുടെ ക്രിസ്മസ് ആരാധന 24-ാം തീയതി വൈകിട്ട് ദൈവകൃപയാൽ നടത്തുവാൻ തക്കവണ്ണം സാധിച്ചു എന്നത് സന്തോഷകരമാണ്. ഈ കൊടിയ തണുപ്പിലും കുട്ടികളുമായി പള്ളിയിൽ ആരാധനയ്ക്ക് എത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും എല്ലാം മറന്ന് നമുക്കൊരു വർഷം കൂടി ക്രിസ്മസ് ആഘോഷിക്കുവാൻ അനുവദിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചു ഓർത്ത് ദൈവത്തെ നമുക്ക് ഈ അവസരത്തിൽ സ്തുതിക്കാം. ആഘോഷങ്ങൾ വലുതാണ്, പക്ഷെ നമ്മുടെ മനസ്സുകൾ ചെറുതാണ്. ഈ വലിയ ആഘോഷങ്ങൾ നമ്മൾ നടത്തുമ്പോൾ ചെറിയവരാണ് എന്ന് നാം ചിന്തിക്കുന്ന ആളുകൾക്ക് അല്പം സ്നേഹം പകരുകയും അവരെ നമ്മോടൊപ്പം ചേർത്ത് പിടിക്കാനും അവരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും കരുതൽ കൊടുക്കുവാനും ഈ ക്രിസ്മസ് നമ്മെ കൊണ്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും ക്രിസ്മസ് മംഗളങ്ങൾ, പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ പ്രോഗ്രാമിന്റെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ ഇടവക വികാരി റവൻ ഫാദർ ബിപിൻ ബാബു അച്ഛനെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവകയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ മെസ്സേജ് നൽകുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് സോഴ്സ് പള്ളിയുടെ വികാരിയും നമ്മുടെ ഇടവകയുടെ മുൻ അസിസ്റ്റന്റ് വികാരമായിരുന്ന ബിജോയ് താരിക്കുഴി അച്ഛനാണ്. അച്ഛൻ ഇപ്പോൾ ഭദ്രാസനത്തിന്റെ വൈദിക സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. അച്ഛൻ മാലോയിലാണ് താമസിക്കുന്നത്. അച്ഛനെ ഹാർദവമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഇടവക അംഗമായ റവൻ ഫാദർ ജോബി ബോൺസ്കറിയ അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് ഇന്ന് താലാപ്പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ പോലും അച്ഛൻ ഇവിടെ എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
കൂടാതെ നമ്മുടെ നോയൽ എന്ന ഈ പ്രോഗ്രാം വിജയകരമായി തീരുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കഷ്ടപ്പാടാണ്. അതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും മുതിർന്നവരും ഇതിനായി കഷ്ടപ്പെട്ട എല്ലാ മുതിർന്നവരെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവതിരുനാമം മഹത്വമുണ്ടാകട്ടെ. പിതാമതനും പരിശുദ്ധർക്കും സ്തുതി ആദ്യമാണ് നേരുന്നത്. ഇത്രയും ബഹുമാനപ്പെട്ട വിജയ് കായ്ക്കൊഴിച്ചും സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം, വചനം മാംസമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഒരു ക്രിസ്മസ് കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുമ്പുരാൻ ഇമ്മാനുവേൽ എന്ന നാമധേയത്തോടുകൂടെ നമ്മോടൊപ്പം ആയിരിക്കുവാൻ കടന്നു വന്ന യേശുമ്പുരാനെ ഓർത്തുകൊണ്ടും പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ദൈവം നമ്മോടൊപ്പം ആയിരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ ഇന്നിവിടെ കൂടുമ്പോൾ ഈ നോയൽ എന്ന പ്രോഗ്രാം കഴിഞ്ഞ 2009 മുതൽ ആരംഭിച്ച് 2014 ബഹുമാനപ്പെട്ട ബിജു അച്ഛൻ നോയൽ എന്ന നാമകരണം നൽകി നടത്തപ്പെടുന്ന ഈ പ്രോഗ്രാം നമ്മുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളും ചേരുന്ന ഒരു കൂട്ടായ്മയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുമക്കളുടെ കലാവിരുതുകൾ അവർക്ക് അവതരിപ്പിക്കുവാനുള്ള ഒരു വേദിയും കൂടെയാണ് ഇന്ന് ഇവിടെ ഈ സന്ധ്യയിലുള്ളത്. അതിനോടൊപ്പം ഈ നോയൽ എന്ന പ്രോഗ്രാം ആരംഭിക്കുന്നതിനോടൊപ്പം നിങ്ങളോട് 1-2 കാര്യങ്ങൾ ഇതിനോടൊപ്പം ഓർമ്മിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മുടെ മുമ്പാകെ വെച്ച് നീട്ടുന്നത് ഒരു തിരുകുടുംബത്തിന്റെ അനുഭവമാണ്. തിരുകുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ മാതാവും പിതാവും അതിനോടൊപ്പം കുഞ്ഞു മക്കളും ചേരുമ്പോൾ യേശുമ്പുരാനും അപ്പനും അമ്മയും ആയിരിക്കുന്ന യോസഫിനെയും മേരിയെയുമാണ് ആ ഒട്ടിടയന്മാരും അതുപോലെ തന്നെ മനുഷ്യന്മാരും വന്ന് കണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ദൈവം ചേർത്ത് വെക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ നോയൽ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന് മുമ്പോട്ട് നടക്കുമ്പോൾ ഈ പുതിയ വർഷത്തിൽ നമ്മുടെ കുടുംബം കൂടുതൽ അനുഗ്രഹകരമായി തീരുവാൻ വിധം നമ്മൾ ആ വിശുദ്ധ ഗ്രന്ഥത്തോടെ ചേർന്ന് നിൽക്കണം. ആദിയിൽ ആദാമിനെ ഹവ്വയും ചേർത്ത് വെക്കുന്ന ഒരു കുടുംബം മുതൽ അവസാന വിശുദ്ധ ഗ്രന്ഥത്തിൽ വന്നു തീരുന്നത് കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടവകയും നമ്മുടെ കുടുംബങ്ങളും ഏറെ അനുഗ്രഹപരമായി തീരുവാൻ വിധം ഈ ദിവസം നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കണം. സങ്കീർത്തനക്കാരൻ 127:1 ഓർപ്പിക്കുന്നത്, ദൈവം വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ കുടുംബം, നമ്മുടെ മാതാപിതാക്കന്മാർ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ പ്രാർത്ഥനയുടെ അനുഭവം ഉണ്ടാകുവാനും അതുപോലെ തന്നെ നമ്മുടെ വീടുകൾ കൂടുതൽ ദൈവ വചനം വായിക്കുവാൻ ഇടയായി തീരണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടുന്നത് സമ്പത്തോ ഒന്നുമല്ല, മറിച്ച് അവർക്ക് ദൈവത്തെ പകർന്നു നൽകുവാൻ, ദൈവസ്നേഹം പകർന്നു നൽകുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ഈ മക്കൾ വഴിതെറ്റിപ്പോയി എന്ന് പറയുന്നതിൽ നമുക്ക് പലപ്പോഴും ലജ്ജിക്കേണ്ടതായിട്ട് വരും എന്നുള്ള ഒരു കാര്യം എന്നോടൊപ്പം ഓർപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 13:34 പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്ന് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. യേശുമ്പുരാൻ തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഏറ്റവും വലിയ വചനങ്ങളിൽ ഒന്നാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്നുള്ളത്. ഈ നോയൽ സംഗമം എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, നമ്മുടെ കുടുംബങ്ങൾ ഒന്നു ചേരേണ്ടുന്ന ഒന്നാണ്. നമ്മുടെ ഇടവക എന്ന് പറയുമ്പോൾ അതൊരു വലിയ കുടുംബമാണ്. ആ കുടുംബത്തിലെ ചെറിയ ചെറിയ കുടുംബങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. യഥാർത്ഥത്തിൽ ഈ ഇടവകയുടെ ജീവൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ ഒന്നാമത് നമ്മുടെ ഈ നോയൽ എന്ന പ്രോഗ്രാമിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഇടയിലെ ചെറിയ ചെറിയ പിണക്കങ്ങൾ, തർക്കങ്ങൾ, വഴക്കുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന പരസ്പരം ക്ഷമിക്കുവാൻ കഴിയാത്ത പല പ്രശ്നങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ട് എങ്കിൽ അത് മാറ്റിവെച്ചുകൊണ്ട്
അതിന് ഇന്ന് ഇവിടെ ഒരു സമാപ്തി വരുത്തിക്കൊണ്ട് പരസ്പരം സമാധാനം നൽകി സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും അനുഭവത്തിലൂടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുമ്പുരാൻ തന്റെ ശിഷ്യന്മാരെ പറഞ്ഞേൽപ്പിച്ച ദൗത്യം നമ്മളും ഏറ്റെടുക്കണം. ഞാനും പരസ്പരം എല്ലാവരെയും സ്നേഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മെ തന്നെ ഒന്ന് പുതുക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകളിൽ നിന്നും എഴുന്നേറ്റ് നടക്കുവാൻ, പരസ്പരം ക്ഷമിക്കേണ്ടവരോട് ക്ഷമിച്ച് നടക്കുവാൻ നമുക്ക് സാധിക്കണം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29:11 പറയുന്നത്, നിങ്ങളെ കുറിച്ച് എനിക്ക് നല്ല ഒരു പദ്ധതിയുണ്ട് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ വർഷത്തിൽ ദൈവത്തിന്റെ പദ്ധതിയിലൂടെ നടക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ഇടവക കൂടുതൽ അനുഗ്രഹപ്രദമായി തീരുവാനും ദൈവികമായ വഴികളിൽ നടക്കുവാനും നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് നടക്കുവാനും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നതിനോടൊപ്പം, ഈ നോയൽ എന്ന പരിപാടിയുടെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. കാരണം ഈ ഇടവകയുടെ ട്രസ്റ്റി ഇത്രയും ബഹുമാനപ്പെട്ട സൈചേട്ടൻ, സെക്രട്ടറി ആൻഡ്രൂസ്, അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി റോയിസ്, ജോയിന്റ് ട്രസ്റ്റി ജോൺസൺ, അതുപോലെ തന്നെ ഇതിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന തമ്പി തോമസ്, അലക്സ്, അതുപോലെ സൂസൻ ഡിസി എന്നിവ. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ കുഞ്ഞുമക്കളുടെ പ്രോഗ്രാമിന് ആദ്യോടന്തം ഒരുപാട് കഷ്ടപ്പെട്ട 2 അധ്യാപകരുണ്ട്, 2 പേരുണ്ട്. പ്രധാനമായിട്ടും ലിജി, ബെനി ആൻഡ് ഡാൾസ്, കൂടാതെ അവരോടൊപ്പം പ്രവർത്തിച്ച സൺഡേ സ്കൂളിലെ എല്ലാ അധ്യാപകരെയും ഈ സന്ദർഭത്തിൽ ഓർത്തുകൊണ്ട് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നമ്മുടെ കുട്ടികൾ കൂടുതൽ മനോഹരമായി പരിപാടികൾ അവതരിപ്പിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ, അവർക്ക് ശക്തി നൽകട്ടെ. അടുത്ത വർഷം ഇതിൽ കൂടുതൽ മനോഹരമായി നടത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൽ നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. നാം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ പള്ളിയുടെ അനുഗ്രഹീത വികാരി, ഏറ്റവും സ്നേഹം നിറഞ്ഞ ബിബിനച്ചൻ, കർത്താവിൽ സ്നേഹമുള്ള പ്രിയ വിശ്വാസികളെ, ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ക്രിസ്തുമസിന്റെയും ന്യൂ ഇയറിന്റെയും ആ സന്തോഷത്തിൽ ആയിരിക്കാനും നമ്മുടെ ഇടവകയുടെ ഒരുമിച്ചുള്ള ആ കൂട്ടായ്മയുടെ അല്ലെങ്കിൽ വാർഷികത്തിന്റെ ആ നല്ല അനുഭവങ്ങളെ പങ്കിടുവാനുമായിട്ടാണ്. ക്രിസ്തുമസ്, ന്യൂ ഇയർ ദിനങ്ങൾ നമ്മുടെ ഇടയിൽ കടന്നു വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് നല്ല നല്ല ലൈറ്റുകൾ, നല്ല നല്ല കേക്കുകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്മുടെ ചിന്തകളെ നമ്മളങ്ങ് മെനയാൻ തുടങ്ങി. അത് കഴിഞ്ഞ വർഷത്തേതിനെക്കാട്ടും ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ വീടുകൾ ഒരുക്കണം. നമ്മളായിരിക്കുന്ന മേഖലകളെ ഒന്നും കൂടി ശ്രേഷ്ഠമായിട്ട് നമുക്ക് ആ കാര്യങ്ങള് ഒരു വർണ്ണ അനുഭവത്തോടെ ക്രമീകരിക്കണം. ഇനി നമുക്ക് ആ ക്രിസ്തുമസ് രാത്രിയിലേക്കൊന്ന് പുറകിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് എത്തി നോക്കാം. നിറവയറുമായി മറിയം, യൗസേപ്പ് രാത്രിയുടെ യാമങ്ങളിൽ നടക്കുകയാണ്. പല ഭവനങ്ങളിലും ചെന്നു, പല സാഹചര്യങ്ങളിലൂടെയും കടന്നുപോയി, എവിടെ നിന്നും ആരും ആശ്രയമില്ലാതെ, അല്ലെങ്കിൽ എവിടെയും ഒരു നല്ല അവർ പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി ലഭിക്കാതെ നിൽക്കുന്ന ഒരവസ്ഥ, നിസ്സഹായ അവസ്ഥ അന്ന് ആ രാത്രിയിൽ ആ കുടുംബത്തിന് നേരിടേണ്ടി വന്നു. പക്ഷേ അവരുടെ ബലം എന്ന് പറഞ്ഞാൽ ദൈവകൃപ ഞങ്ങളുടെ കൂടെയുണ്ട്. ഒരിക്കലും ദൈവം ഞങ്ങളെ കൈവിടുകയില്ല. ഇത് ദൈവം ഞങ്ങൾക്ക് തന്നതാണ്. മുന്നിലേക്ക് നമ്മൾ നോക്കുമ്പോ യേശു ജനിക്കുന്നു. അവിടെ ആ രാത്രി പിന്നെ കാണുന്ന അടുത്ത ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ ആട്ടിടയാണ്. പിന്നെ മൂന്നാമത്തെ കൂട്ടർ ജ്ഞാനികളാണ്.
അപ്പൊ 3 പേരെ നമുക്ക് ആ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അച്ഛൻ പറഞ്ഞതുപോലെ തിരുകുടുംബം. യേശുവും കൂടി വന്നപ്പോ ഒരു കുടുംബത്തിന്റെ പൂർണ്ണതയിൽ ഉള്ള ഒരു കുടുംബം. പിന്നെ ആട്ടിടയന്മാർ, അവർക്ക് വലിയ അറിവുകളൊന്നുമില്ല. അവർക്കറിയുന്ന തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഏറ്റവും ഭംഗിയായിട്ട്, നമ്മുടെ നാട്ടിൽ പറയുന്നത്, തെങ്ങ് കയറാൻ പോകുന്ന ഒരാളോട് വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ പെട്ടെന്ന് പോയി വണ്ടി എടുക്കാൻ പറഞ്ഞാൽ അവൻ പകച്ചു പോകും. അവർക്ക് അറിയുന്ന ജോലിയിൽ അവർ വിശ്വസ്തരാണ്. അവർ ചെയ്യുന്ന തലങ്ങളിൽ അവർ പൂർണ്ണതയോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവരാണ്. അവർ ഓടി വരികയാണ്, ഈശോയെ കാണാൻ ഓടി വരികയാണ്. അതുപോലെ തന്നെ വേറൊരു വിഭാഗം, അവർക്ക് ജ്ഞാനം കൊണ്ട് നല്ല ദൈവകൃപ ലഭിച്ചവരാണ്. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് പറഞ്ഞ ശാസ്ത്രീയമായി എന്തൊക്കെയാണ് ആ കാര്യങ്ങളെയും കുറിച്ച് കൃത്യമായി അറിവിന്റെ തലങ്ങളിൽ നിന്ന് ചിന്തിക്കുവാൻ കഴിവുള്ളവരാണ്. അവരും ഈശോയുടെ മുന്നിൽ വന്ന് ഈശോയെയും ആ കുടുംബത്തെയും കാണുകയും ദർശിക്കുകയും ചെയ്യുകയാണ്. ഇവിടെയെല്ലാം നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ആ ക്രിസ്തുമസ് രാത്രി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ, ബഹുമാനപ്പെട്ട അച്ഛൻ നല്ല മെസ്സേജാണ് നമുക്ക് തന്നത്. അതിന്റെ ഇടയിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നാലും അതിന്റെ ഇടയിലേക്ക് ചേർന്ന് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ആ ക്രിസ്തുമസ് ന്യൂ ഇയർ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈശോയ്ക്ക് ജനിക്കുവാനുള്ള ഒരു നല്ല അനുഭവത്തെ സജ്ജീകരിക്കുവാൻ നമുക്ക് ഈ ക്രിസ്തുമസ് കൊണ്ട് സാധിച്ചോ എന്ന് നമ്മൾ ചിന്തിക്കണം. അവിടെ നമ്മൾ എന്താണ് മാറ്റിവെക്കേണ്ടത്? എൻ്റെ ദേഷ്യമാണോ, കോപമാണോ, ഞാനെന്നുള്ള ഭാവമാണോ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം എനിക്ക് മാറ്റിവെച്ചാൽ എൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോം ഏറ്റവും നല്ല മനോഹരമായ സന്തോഷം നൽകുമെന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. 2024 ഞാൻ നാട്ടിൽ പോയപ്പോ ഞാൻ എല്ലായിടത്തും പോയി, എല്ലായിടത്തും യാത്ര ചെയ്തു. ഞാൻ എപ്പോ നാട്ടിൽ പോയാലും ഞാൻ ശുശ്രൂഷിച്ച പള്ളികളിൽ, പിന്നെ ഞാൻ എൻ്റെ പഠനകാലങ്ങളിൽ നിന്ന് മഞ്ഞിനിക്കര, മണർകാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലും എത്തിപ്പെടാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ചിലപ്പോഴൊന്നും സാധിക്കാറുണ്ട്. ഈ 2024 എല്ലായിടത്തും പോയി എല്ലാ ഇതും കഴിഞ്ഞ് ഞാൻ 2 ദിവസം എൻ്റെ ഇടവപ്പള്ളി പരിശുദ്ധ അമ്മയുടെ നടയിലുള്ള കണ്ണാറപ്പള്ളിയാണ്. ആ പള്ളിയിൽ 2 ദിവസം എവിടെ പോവാതെ ഇരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, ഈ 2 ദിവസം മുഴുവനായിട്ട് പള്ളിയിൽ ഇരിക്കണം. കാരണം പിന്നെ ഇനി നമുക്ക് 8 നോമ്പിനൊന്നും ആ സമയത്ത് വരവ് നടക്കുക അറിയും. ഞാൻ മണർകാട് തോന്നുന്നത് 1-ാം തീയതി കുർബാനയ്ക്ക് ഇടവപ്പള്ളി ചൊല്ലി, 31-ാം തീയതി ചൊല്ലി, രാത്രി ഞാൻ മണർകാട് ചെന്ന് പ്രാർത്ഥിച്ച് വെളുപ്പാങ്കാലത്ത് 3 മണിയായപ്പോ തൃശ്ശൂർ വന്നു. രാവിലെ കട്ടിലപ്പവും പള്ളിയിൽ പോയി കുർബാന ചൊല്ലി അവിടെ അവർ പറഞ്ഞുകൊണ്ട് പിന്നെ നേരെ കണ്ണാറപ്പള്ളിയിലേക്ക് ചെന്ന് ഞാൻ അവിടെ പോവാന്ന് പറഞ്ഞു. ഞാൻ വൈകുന്നേരം ചെന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് തുണിയെടുത്ത് പിന്നെ 1-2 സാധനം എടുക്കാൻ വന്നപ്പോഴാണ് എനിക്കും അമ്മായിക്കും ഒരു വലിയ ആക്സിഡന്റ് സംഭവിക്കുന്നത്. തൃശ്ശൂർ റൗണ്ടി വെച്ച്. അവിടെ ജീവൻ തിരിച്ചു കിട്ടിയത് ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. അന്ന് അത് കഴിഞ്ഞ് തിരിച്ചിവിടെ ഞങ്ങള് അത്യാവശ്യം ഭേദമില്ലാത്ത പരിക്കുകളോടെ നമ്മളിവിടെ അയർലൻഡിൽ വന്നിറങ്ങി. അപ്പൊ അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, അടുത്ത 8 നോമ്പിന് നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അത് വേറെ എവിടെയും പോവാതെ, അതിപ്പോ 8 നോമ്പെന്നല്ല, വെക്കേഷന് നാട്ടിൽ പോകണ്ടെങ്കിൽ ഒരു നിമിഷം പോലെ എവിടെയും പോവാതെ ഫുൾ ടൈം വീട്ടിലും പള്ളിയിലും ആയിട്ട് ഇരിക്കാം എന്ന് ഞാൻ മനസ്സിലിങ്ങനെ തീരുമാനിച്ചു. ഈ 2025 ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ഞാൻ ആ വെക്കേഷൻ മുഴുവൻ ഞാൻ എൻ്റെ ഭവനത്തിലും പള്ളിയിലുമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ രാത്രിയും കൂടി
ആ പള്ളിയിലെ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് 3-ാം തീയതി രാത്രിയാണ് ഞാൻ ആ പള്ളിയിൽ നിന്ന് രാത്രി 12 മണിക്ക്, അന്ന് സ്റ്റെഫാനോസ് തിരുമേനിയാണ് അവിടെ. അപ്പൊ തിരുമേനി വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് രാത്രി 12 മണിക്കാണ് വീടെത്തി. ഞാൻ പറഞ്ഞു വന്ന ഒരു സ്റ്റോറിയല്ല. നമ്മൾ എന്തിലും ഒരു 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 പിന്നിലെ ദൈവത്തിന്റെ ഒരു കൃപയുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴാണ് എൻ്റെ പപ്പ അകാലത്തിന് മരണപ്പെടുന്നത്. അപ്പോ അന്ന് അവിടെ ഇരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പപ്പയുടെ കൂടെ ചെലവഴിക്കുന്ന ഒരു നിസാരം പോയി 24 മണിക്കൂർ പോലും ഉണ്ടാവില്ല. കാരണം നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ എന്തിനെങ്കിലൊക്കെ പോവും. ഇപ്പൊ എൻ്റെ മക്കളും എൻ്റെ പെങ്ങളുടെ കുഞ്ഞുങ്ങളും നമ്മളുടെ എല്ലാവരും അന്നേരം അവിടെ ഉണ്ടായിരുന്നു. ആ കുടുംബമായിട്ട് പങ്കിടുവാനായിട്ട് സാധിച്ചു. എനിക്ക് ക്രിസ്തുമസ് ന്യൂ ഇയറിന് നിങ്ങൾക്ക് തരുവാനുള്ള സന്ദേശം, നമ്മുടെ ഓരോ ക്രിസ്തുമസും ന്യൂ ഇയർ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ചില സന്ദർഭങ്ങൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ, ചില സാന്ദർഭികമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ചിലപ്പോൾ മുന്നിലേക്ക് നമ്മളെ കരുതുവാനും അല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ നല്ല അനുഭവങ്ങളെ നല്ല ഓർമ്മകളാക്കി മാറ്റുവാനുമായിട്ടായിരുന്നു. അപ്പോൾ ചില കുറവുകൾ, ചില ബലഹീനതകൾ അത് നമ്മളൊരു അഹങ്കാരമാക്കി അല്ലെങ്കിൽ ഒരു അലങ്കാരമാക്കി എടുക്കാതെ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് പ്രാർത്ഥിക്കുവാനും കൂടുതൽ നല്ല ക്രിസ്തുമസ് ന്യൂ ഇയർ നമുക്ക് എന്താണ് ആ കേക്കിൽ നിന്ന് നൽകുന്ന മധുരം, ആ നല്ല മധുരങ്ങളെ നല്ല ജീവിത സന്ദേശങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രോഗ്രാമുകളും ഇതിനെ തുടർന്നുള്ള ഒത്തുചേരലും കൂട്ടായ്മകളും ഒക്കെ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ പള്ളിയില് വളരെ ചുരുക്കം സമയമാണ് ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം അനുവദിച്ച് ഇവിടെ വരുവാനായിട്ട് സാധിച്ചത്. ഇവിടെ എല്ലാവരും വലിയ സ്നേഹമായിരുന്നു. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തിന്റെ ഒരു അനുഗ്രഹമായിട്ടുള്ള ജോബിയച്ചനോട് ചേർന്നാണ് അന്ന് ശുശ്രൂഷിച്ചത്. എനിക്ക് സത്യം പറഞ്ഞാൽ ബിബിനച്ഛൻ ഒരു പ്രോഗ്രാം വിളിക്കുമ്പോൾ ഒരു നോ പറയാനായിട്ട് പറ്റില്ല. കാരണം അച്ഛൻ അത്രമാത്രം ഏത് കാര്യത്തില് വിളിച്ചാലും വളരെ സിൻസിയർ ആയിട്ട്. ഇപ്പൊ നമ്മൾ അച്ഛനെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അത്രയും മനസ്സോടെ ആ കാര്യങ്ങളെല്ലാം അതൊരു ആത്മീക തലത്തിൽ നിന്നുകൊണ്ട് തന്നെ അതെല്ലാം ഭംഗിയായിട്ട് അച്ഛൻ അത് ക്രമീകരിക്കും. അത് ആ പ്രോഗ്രാമിലും ആ ഏൽപ്പിക്കുന്ന കാര്യത്തിന് നമുക്ക് കാണുവാനും സാധിക്കും. അച്ഛൻ്റെ ശുശ്രൂഷകളെയും അച്ഛൻ്റെ പ്രോഗ്രാമുകളെയും ഓർത്ത് ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവസരം തന്ന ഈ പള്ളിയിലെ അച്ഛനോടും ട്രസ്റ്റി സെക്രട്ടറി അതുപോലെ കമ്മിറ്റി അംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.